കഴിഞ്ഞ 5 വർഷമായി കേരള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ സഹകാരിയാണ് ശ്രീ ഗോപി കോട്ടമരിക്കൽ. 2016 മുതലാണ് കേരള ബാങ്ക് എന്ന വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 2019 കേരള ബാങ്ക് യാഥാർത്ഥ്യമായി. കേരള ബാങ്ക് എന്ന സങ്കല്പം എങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെട്ടത് എന്നത് വിശദീകരിക്കണം. ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് കേരള ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ്. കേരളത്തിൽ സാർവത്രികമായിട്ടുള്ള പ്രൈമറി സഹകരണ മേഖല പഴയ കാലത്ത് നമുക്ക് വളരെ അടുപ്പവും പരിചയം ഉണ്ടായിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ, ചെറിയൊരു നമ്പർ ബ്രാഞ്ചോടുകൂടി പ്രവർത്തിച്ചു വന്ന കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, ഫലത്തിൽ കേരളത്തിലെ സഹകരണ മേഖല ഒരു 3 ടയർ സംവിധാനമാണ്. ആ 3 ടയർ ആയിരിക്കുമ്പോൾ ഉണ്ടായ പലവിധ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പ്രായോഗികമായി ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നുണ്ടായ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറയുന്നില്ല. എങ്കിലും അതെല്ലാം കൂടി പരിഗണിച്ച ആണ് സർക്കാർ തന്നെ ഈ മേഖലയുടെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചത്. അതിൻ്റെ ഒരു കൾമിനേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന ഈ 2 ടയർ സംവിധാനം. ഇപ്പം കേരളത്തിൽ 825 ബ്രാഞ്ചസ് ഉള്ള കേരള ബാങ്കും ഫലത്തിൽ ജില്ലാ സഹകരണ ബാങ്കുകളില്ല. താഴെ 1500-ൽ പരം വരുന്ന പ്രൈമറി സഹകരണ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഒരു 2 ടയർ സംവിധാനമായി. വളരെ ഫലവത്തായ ഒരു മിഷണറി ആയിട്ടാണ് ഈ പിന്നിട്ട ഒരു ചെറിയ കാലയളവിൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് വളരെ അർത്ഥവത്തായിരുന്നു, ഫലവത്തായിരുന്നു. അതായത് കേരളത്തിൻ്റെ തനതായ ബാങ്ക് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലയനം നടന്നത് ബാങ്കിന് സ്വന്തമായി ഒരു ബാങ്ക് ഇല്ലാതായി എന്ന സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൂടി കേരള ബാങ്കിൻ്റെ വരവിന് കാരണമായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വലിയൊരു പ്രചോദനമാണ്. കാരണം മലയാളികളുടെ സ്വന്തം ബാങ്ക് എന്നുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് യഥാർത്ഥത്തിൽ അതൊരു വലിയ ശക്തമായ പ്രചോദനമായി മാറി എന്നുള്ള അഭിപ്രായമാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇല്ലാതെ വന്ന ശൂന്യാവസ്ഥ കേരളത്തിൻ്റെ ബാങ്കിങ് മേഖലയിൽ സമ്പൂർണ്ണമായി നികത്തപ്പെടുന്നത് കേരള ബാങ്കിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണെന്ന് അടിയുറച്ച ധാരണക്കാരനാണ് ഞാൻ. കേരള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2016-ൽ അത് പുതിയ പിണറായി സർക്കാർ നിലവിൽ വന്നതോടുകൂടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജീവൻ വെച്ചത്. ആ ചർച്ചകൾ രൂപപ്പെട്ടത് 2019-ൽ അത് യാഥാർത്ഥ്യമായി. എങ്ങനെയായിരുന്നു ഈ കാലയളവിൽ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡയറക്ടർ ബോർഡ് രംഗത്ത് വരുന്നത് 2020-ലാണ്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ 2019-ൽ കേരള ബാങ്ക് രൂപം കൊണ്ടു. ഒരു ചുരുങ്ങിയ മാസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സുണ്ട്. കേരളത്തിലാകമാനമുള്ള പ്രൈമറി സഹകരണ സ്ഥാപനങ്ങൾ, അതുപോലെ 58ഓളം അർബൻ ബാങ്കുകളും കൂടി ചേർന്ന കേരളത്തിലാകെയുള്ളൊരു മണ്ഡലം, അത് 14ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് ജില്ലാതലത്തിൽ എത്ര പ്രൈമറി സഹകരണ സംഘങ്ങളുണ്ടോ അവിടെ എത്ര അർബൻ സഹകരണ ബാങ്കുകളുണ്ടോ അതെല്ലാം കൂടി ചേർന്ന ഒരു സംയുക്ത സംരംഭമാണ് ജില്ലാതലത്തിലുള്ളത്. വോട്ടിങ് കേരളത്തിലാകെയുള്ള ഈ മുഴുവൻ സംഘങ്ങളും ചേർന്നാണെങ്കിലും എലക്ട് ചെയ്യപ്പെട്ട് വരേണ്ട വ്യക്തി ഒരു ജില്ലയിൽ നിന്ന് ഒരാളാണ്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ 14 ജില്ലയ്ക്ക് ഓരോ പ്രതിനിധി, അർബൻ ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ രംഗത്ത് വന്നത്. അപ്പോൾ അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് വിഭാവന ചെയ്ത ആ കാലഘട്ടത്തിലെ ഒരു കാഴ്ചപ്പാട് നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രൊഫഷണൽ മെമ്പേഴ്സിൻ്റെ ഒരു വലിയ ഹെൽപ്പുണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് ശരിയായ ദിശയിൽ സഞ്ചരിക്കത്തക്ക രീതിയിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ അംഗങ്ങളുടെ സഹായം, അതുപോലെ ഗവൺമെൻറ് സെക്രട്ടറി കോർപ്പറേഷൻ,
അതുപോലെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, നബാർഡിൻ്റെ CGM ഉൾപ്പെടെയുള്ള പ്രാതിനിധ്യം, ഇതെല്ലാം കൂടി വന്ന ഒരു സമ്പൂർണമായ വേദിയാണ്, ബോഡിയാണ്. അതിലും മൃഗീയ ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഞാൻ ഈ ഒടുവിൽ പറഞ്ഞ നോമിനേറ്റഡ് ആയിട്ടുള്ള സർക്കാർ നിർദ്ദേശിച്ച വ്യക്തികളും കൂടി ചേർന്ന ഒരു സമ്പൂർണത വാസ്തവത്തിൽ ഈ മേഖല കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും വലിയ കരുത്തുറ്റ ഒരു ഉപകരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ശരിയാണ്. 2019 ബാങ്ക് രൂപീകരിക്കപ്പെട്ട് ഒരു വർഷക്കാലം സർക്കാർ നിയന്ത്രിതമായ ഒരു ഇൻ്ററിം ബോർഡാണ് ബാങ്കിനെ നിയന്ത്രിച്ചിരുന്നത്. 2020 തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിൽ വന്നു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലം ഈ ബാങ്കിനെ നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രധാനപ്പെട്ട ശ്രമങ്ങൾ ഈ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് ആദ്യം നോക്കിയതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിനകത്ത് അതിൻ്റെ നമ്മൾ എത്ര സമയമെടുത്ത് ഡിസ്കസ് ചെയ്തൊരു തീരുമാനം എടുത്താലും അത് പ്രാവർത്തിക രൂപത്തിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംതൃപ്തരായിട്ടുള്ള ജീവനക്കാരുടെ സഹായ സഹകരണങ്ങൾ അനിവാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം നോക്കിയത് ഘടനാപരമായി ബാങ്കുണ്ട്, പക്ഷേ ജീവനക്കാരുടെ വിഷയമാണ്. അതിന് വ്യക്തതയാർന്ന ഒരു ട്രാൻസ്ഫർ നോംസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ അവർക്ക് കാലങ്ങളായി ആവശ്യപ്പെടുന്ന റിക്രൂട്ട്മെൻറ്റ് റൂൾസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് പല കാലഘട്ടങ്ങളിലായി ചിന്നിച്ചെതറി പല മേഖലകളിൽ നിന്ന് അവരിൽ വലിയൊരു സെറ്റ് ആളുകൾക്കും അവരാഗ്രഹിക്കുന്ന പ്രദേശത്ത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്കെങ്കിലും ഒരു സ്ഥലമാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു നിന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉള്ളിൽ കൊണ്ടുവിടുന്ന ജീവനക്കാർ. അപ്പം ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തതെന്ന് വെച്ചാൽ ആ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേഗതയാർന്ന തീരുമാനങ്ങൾ. ഗവൺമെൻറ് അതിൻ്റെ ശക്തമായ നടപടി ഒട്ടും വൈകാതെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ വന്ന് നോക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തെല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കീഴേ തലം എന്ന് പറഞ്ഞാൽ ഇത് പടുത്തുയർത്തപ്പെട്ട ഒരു അടിത്തറയുണ്ട്. അത് പ്രൈമറി സഹകരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് നേരിടുന്ന ക്ഷീണവശങ്ങളാതിക്കാന്ന് കണ്ട് കേരള ബാങ്കിന് അത് ഏതെല്ലാം തലങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് അവരെ സ്ട്രെങ്തൻ ചെയ്ത് അവരുടെ പ്രവർത്തന പരിപാടികൾ പൂർണ്ണതയിൽ നടന്നാൽ മാത്രമേ ഒരു ശക്തമായ കേരള ബാങ്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ കണ്ടത് നികത്താൻ ആവശ്യമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ പിന്നെ വായ്പാ പദ്ധതികളിൽ ഉണ്ടായിരുന്ന അപാകത 48ഓളം പ്രോഡക്ട്സ് ഇപ്പോൾ നിലവിലുണ്ട്. ആ ഘട്ടത്തിൽ എനിക്ക് വേണം 12-13 കൂടുതലുണ്ടായിരുന്നില്ല. ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട വായ്പയ്ക്ക് അനുരോധമായിട്ടുള്ള പദ്ധതികളുണ്ടായി. അതിൻ്റെ പലിശ നിരക്ക് തീരുമാനിച്ചു. ഒരു വായ്പ എടുക്കാൻ വരുന്ന ഒരാളിപ്പോൾ ഒരു ക്ഷീര കർഷകൻ വന്നാൽ അയാളുടെ ആവശ്യം മറ്റൊരാളെ പോലെ ആവില്ല. ഒരു വാഹനം മേടിക്കാൻ വരുന്ന ആളെ പോലെ ആവില്ല ഒരു ക്ഷീര കർഷകൻ. അയാൾക്കൊരു പക്ഷേ കറവയുള്ള 2 പശു വേണം. ആ പശുക്കളുണ്ട്, പക്ഷേ നനയാത്തൊരു തൊഴുത്ത് വേണം. അത് കറവ പൂർത്തിയായി കഴിഞ്ഞാൽ ആ പാല് സൊസൈറ്റിയിൽ എത്തിക്കണം. അതിനൊരു ബൈക്ക് വേണം. അതുപോലെ ഇവർക്ക് മര്യാദയ്ക്കുള്ള കാലിത്തീറ്റ കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഞാൻ സൂചിപ്പിച്ച ഈ 48 വായ്പാ പദ്ധതി യഥാർത്ഥത്തിൽ ജനജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെ ടച്ച് ചെയ്തുകൊണ്ട് അതിന് പൂർണ്ണമായി രൂപം കൊടുത്തു. അത് പ്രാവർത്തികമായി അക്കാര്യം കൈകാര്യം ചെയ്ത് കീഴേ തലം വരെ എത്തിച്ചു. 4ാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കിയത്, ഒരു എത്ര നമ്മൾ പറഞ്ഞാലും ആധുനിക ബാങ്കിങ് രീതി നമ്മൾ ആവിഷ്കരിക്കാതെ ജനങ്ങൾ ഇതിനെ ആശ്രയിക്കില്ല. ഈ കേരള ബാങ്ക് രൂപം കൊള്ളുമ്പോൾ പൊതുവിൽ കേരളത്തിൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ ഒരു സ്ഥാപനം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ന് നിങ്ങൾ നോക്ക്, എപ്പോഴും മൊബൈൽ ബാങ്കിങ് സാർവത്രികമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ എന്താണ് ബാങ്ക്? നമുക്കൊരു 500 രൂപ എടുക്കണമെങ്കിൽ ഒരു ചെക്ക് എഴുതി ബാങ്ക് ബ്രാഞ്ചിൽ വന്ന് അവിടെ ക്യൂ നിന്ന് 5-10 ആളിൻ്റെ അവർ പോയി തീരുന്നവരെ ഏറ്റവും ഒടുവിൽ നമ്മളാണെങ്കിൽ അങ്ങനെ ആ 500 രൂപ എടുക്കാൻ വേണ്ടി കാത്തു നിന്ന് അവസാനം കാഷ്യർ അത് എണ്ണി തിട്ടപ്പെടുത്തി 3-4 ടേബിൾ വഴി അത് വരുമ്പോഴത്തേക്കും വരുന്ന കാലാവസ്ഥ. അപ്പോൾ അതിനെന്താ ചെയ്തത്? ഞങ്ങൾ രാജ്യാന്തര പ്രശസ്തമായിട്ടുള്ള വിപ്രോ,
അതുപോലെ ഇൻഫ്രാസോഫ്റ്റ് തുടങ്ങിയ വലിയ പ്രശസ്തങ്ങളായ IT മേഖലയിലെ കമ്പനികളുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കി. ഞങ്ങളതിൻ്റെ കോൺട്രാക്ട്സ് റേറ്റ് ഫിക്സ് ചെയ്തു. സുതാര്യമായ പ്രവർത്തനങ്ങൾ വഴി അതിന് തീരുമാനമെടുത്തു. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ സഹകരണ മേഖലയിൽ ഏറ്റവും ഫലപ്രദമായി ഈ ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്തിയ നിലയിൽ നമ്മൾ ഇത് ചെയ്യുകയാണ്. അപ്പോൾ പിന്നിട്ട പീരീഡിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ യഥാർത്ഥത്തിൽ ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഈ 4 മേഖലകളിലാണ് നമ്മൾ ലക്ഷ്യമിട്ട് അതിനൊരു കുറവ് വരാതെ പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കമാണ് നടത്തിയത്. വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. കേരള ബാങ്കിന്റെ രൂപീകരണം സത്യത്തിൽ കേരളത്തിനകത്ത് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ്. അങ്ങ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അങ്ങയുടെ നിരീക്ഷണത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? കേരള ബാങ്കിനോടുള്ള പ്രതികരണം എത്രമാത്രം പോസിറ്റീവാണ് എന്നത് സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാം. എനിക്ക് തോന്നുന്നു വളരെ ശരിയാണ്. കാരണം മാധ്യമങ്ങൾ ഇതിൻ്റെ ഒരു ഉള്ളടക്കം മനസ്സിലാക്കും മുമ്പ് തന്നെ ഏകപക്ഷീയമായി അത് പൊളിറ്റിക്സ് ആണെന്നാണ് എൻ്റെ ചിന്ത. നമ്മളവിടത്തേക്ക് തിരിഞ്ഞില്ല. നമ്മൾ ഏത് മാധ്യമം എത്ര ശക്തിയായ ക്രിറ്റിസിസം കൊണ്ടാലും അതിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മൾ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോയെന്നാണ് നമ്മൾ പരിശോധിച്ചത്. അത് നമ്മൾ അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടി അന്ന് മാത്രമല്ല ഇന്നും അത്തരത്തിലാണ് നിൽക്കുന്നത്. ഇതൊരു വലിയ വളർച്ചയുടെ പടവിലാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഇന്ന് 92 ലക്ഷം അക്കൗണ്ട് ഈ ബാങ്കിനുണ്ട്. വിശ്വസിക്കും ആളുകൾ. 92,636 അക്കൗണ്ട് ഈ സ്ഥാപനത്തിന് ഇന്ന് നിലവിലുണ്ട്. അതായത് 20-28 ലക്ഷത്തിൻ്റെ മാറ്റം അതിന് ശേഷം വന്നിട്ടുണ്ട്. ആ ഏതാണ്ട് 1 കോടിയോളം വരുന്ന അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എഫക്റ്റീവാണോ? ഒരു ട്രാൻസാക്ഷനെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന ആളുകൾ. അപ്പോൾ ഒരു എഫക്റ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര പേര് വരും? 42 ലക്ഷം പേര് എഫക്റ്റീവ് അക്കൗണ്ട് ഉണ്ടായില്ല. അതിനകത്ത് ഇപ്പോൾ നിലവിൽ ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാറ്റം ബാങ്കിങ് നടപടി അങ്ങേയറ്റത്തെ വേഗതയാർന്ന നിലയിലായി. അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സഹകരണ മേഖല മാത്രമല്ല, ഇന്ത്യയിൽ ഇതര മേഖല സാമ്പത്തിക സ്ഥാപനങ്ങൾ അവർക്ക് കൈവരിക്കാൻ കഴിയാത്തൊരു നേട്ടം നമുക്ക് ഈ സഹകരണ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതിൻ്റെ എല്ലാം കൂടി ഫലമായിട്ട് വലിയ ബിസിനസ് രംഗത്തെല്ലാം വന്നിട്ടുള്ള മാറ്റം വളരെ വേഗതയിലാണ്. UPI ട്രാൻസാക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ജീവനക്കാരന് രാവിലെ 10:20 ലോഗിൻ, 11 മണിക്ക് എത്ര പേര് ലോഗിൻ ചെയ്തു, അപ്പോൾ ലേറ്റ് എത്ര, ഇവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ കാണുമല്ലോ നമുക്ക്. അപ്പോൾ ഒരു വല്ലാത്ത സമഗ്രത കൈവരിക്കാൻ നമുക്ക് ഈ പീരീഡിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിഭാവനം ചെയ്ത ലക്ഷ്യം വളരെ കളർഫുള്ളായിട്ട് അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അപ്പുറം കടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം.